മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് പരാതിക്കാരിയായ നടി. ഇമെയിൽ അയച്ചു എന്ന വാദമടക്കമാണ് പരാതിക്കാരി നിഷേധിച്ചിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം. മുകേഷിന്റെ ഹർജിയിൽ പറയുന്ന ഇമെയിലിനെ കുറിച്ച് തനിക്കോർമ്മയില്ല, വേറെ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയം എന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. 2009 കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ ലാപ്ടോപ്പ് എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാമോ എന്ന് മുകേഷ് ചോദിച്ചു. ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കാം ചോദിച്ചത്. എന്തായാലും അന്ന് ഈ പുള്ളിക്കാരന് ലാപ്ടോപ്പിനെ പറ്റി ഒന്നും അറിയത്തില്ല. മാത്രമല്ല അന്ന് ഇമെയിൽ സന്ദേശത്തിന് വലിയ പ്രസക്തിയുമില്ല. ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ്. കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള നമ്പറുകളാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്, നടി പറയുന്നു. അതേസമയം ആദ്യ ഭാര്യ സരിതയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ സഹായിക്കാമെന്ന് മുകേഷ് പറഞ്ഞത് ശരിയാണെന്ന് നടി വ്യക്തമാക്കി. സരിത ചേച്ചി മലയാളി അല്ലെങ്കിലും മുകേഷ് ഏട്ടന്റെ 2 മക്കളെ പ്രസവിച്ചത് ചേച്ചിയല്ലേ, നിങ്ങൾക്കൊന്ന് കോംപ്രമൈസ് ആയിക്കൂടെ, ചേച്ചിയോട് ഞാൻ പോയി സംസാരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ച് മമ്മൂട്ടി പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ്. സഹോദരിയായി പറയുകയാണ് എന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് പുള്ളിക്കാരന് എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത്? 2022 ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. 2009 അക്കൗണ്ട് നമ്പർ അയച്ചു എന്നും പറയുന്നു. ഇത് രണ്ടും സിങ്ക് ആവുന്നില്ലല്ലോ. പുള്ളിയും ഞാനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടേയില്ല, നടി വ്യക്തമാക്കുന്നു. മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിൽ പോയിട്ടില്ല എന്നും മുകേഷിന്റെ മരടിലെ വില്ലയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായതെന്നും അതിനുള്ള തെളിവുകളുണ്ടെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു. തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്നായിരുന്നു മുകേഷ് ജാമ്യ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. തന്റെ സിനിമ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണമെന്നും ഇത് തെറ്റെന്ന് തെളിയിക്കാൻ 2009 മാർച്ച് 7 അയച്ച മെയിൽ സന്ദേശം തെളിവായുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. തന്റെ മാന്യമായ പെരുമാറ്റത്തെ പരാതിക്കാരി അഭിനന്ദിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായാൽ തികത്താനാവാത്ത നഷ്ടമുണ്ടാവും. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാമെന്നും മുകേഷ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.